സന്യാസാശ്രമധർമ്മവിധാത്രീ ബ്രഹ്മജ്ഞാനസുധാരസദാത്രീ സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വളരെ പ്രസക്തമായ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനാണ് വീണ്ടും ഈ സത്സംഗത്തിന് തുടർച്ചയായി ലൈവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് രസകരമായ ഒരു കാര്യം ഒരാൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഇതുവരെ ആരും പറയാതിരുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. പലരും മനസ്സിലത് ആലോചിച്ചിട്ടുണ്ടാവും. ഈ ഒരാൾ മാത്രം എന്നോട് ആ കാര്യം പറയുകയും ചെയ്തു. അപ്പം ഞാൻ പലപ്പോഴും എന്താണ് ആരും അത് പറയാതിരുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ പിന്നിലൊരു രസകരമായ സംഗതി പങ്കുവെക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും ഇത് ചോദിക്കുമെന്ന് എനിക്ക് നിശ്ചയമായും അറിയാമായിരുന്നു. പൊതുവേ പൊതുപരിപാടികൾക്ക് പോകുമ്പോൾ, ക്ഷേത്ര പരിപാടികൾക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടിട്ടാണ് പോകാറുള്ളത് പൊതുവെ. ഇപ്പോൾ ഈ ലൈവ് തുടങ്ങിയ ശേഷം ആദ്യത്തെ മൃത്യുഞ്ജയ മന്ത്രത്തെപ്പറ്റി പറഞ്ഞുള്ള ലൈവ് മുതൽ ഇന്ന് വരെ ഷർട്ട് ഇസ്തിരി ഇടുന്ന പരിപാടി ഞാൻ നിർത്തി വച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അതിന് കാരണം എന്ന് പലരും എന്നോട് ചോദിച്ചു. ഇന്നലെ ആ അമ്മ എന്നോട് ചോദിച്ചത്, ഈ ഷർട്ടൊന്ന് ഇസ്തിരി ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ജുബ്ബയൊന്ന് ഇസ്തിരി ഇട്ടിട്ട് വന്നുകൂടെ, ലൈവ് വരികയല്ലേ, ഒരുപാട് പേര് കാണുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഞാനിങ്ങനെ ഷാബി ആയിട്ട് വന്നു എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ആ കഥ എന്താണ്? നമുക്ക് ഏവർക്കും പ്രിയങ്കരനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയെപ്പോലൊരു ഭക്തനെ, ഒരു വാഗ്മിയെ, ഒരു കവിയെ, ഒരു സംഗീതജ്ഞനെ, ഒരു ഗായകനെയൊക്കെ കാണാൻ വലിയ പ്രയാസമാണ്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഗായകനും കവിയും അതുപോലെ വേദജ്ഞനും പരാക്രമിയുമൊക്കെ ഹനുമാൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അർജുനൻ മഹാഭാരത യുദ്ധത്തിന് സാക്ഷിയാവാൻ വേണ്ടി ഹനുമാനെ വിളിച്ചപ്പോൾ ഹനുമാൻ പറഞ്ഞത്, ഈ കുട്ടികളിയൊക്കെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ രാമരാവണ യുദ്ധം കണ്ടിട്ടുള്ളവനാണ് എന്ന് പറയാൻ കാരണം പരാക്രമത്തിൻ്റെ അങ്ങേ തല കണ്ടിട്ടാണ് ഹനുമാൻ ഇരുന്നത്. ഇന്നത് പറയാൻ കാരണം ഹനുമാൻ സ്വാമിയെ ഒരു സമയത്ത് മാത്രം പഞ്ചഭൂതങ്ങളിലൊന്ന് ബാധിച്ചു, അഗ്നി. അതിൻ്റെ കാരണവും പറയാം. രസകരമായ സംഗതിയാണ്. പൊതുവേ ഈ കഥ സമ്പ്രദായത്തിൽ പരമ്പരാഗതമായി പറഞ്ഞു കൊടുക്കപ്പെടുന്നൊരു കഥയാണ്. അതിനൊരു കാരണവുമുണ്ട്. അതിലേക്കാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ആ വിഷയം വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇസ്തിരി ഇടാതെ വരുന്നത് എന്ന് മനസ്സിലാവും. അതാണ് കാര്യം. അതായത് ശ്രീരാമൻ്റെ ദൂതനായിക്കൊണ്ട് ലങ്കാപുരിയിലേക്ക് പോയ ഹനുമാൻ സ്വാമി രാവണൻ്റെ മുൻപിൽ ചെന്നപ്പോൾ ഇത് വെറുമൊരു കവിയല്ലയോ എന്ന് പറഞ്ഞ് രാവണൻ്റെ കളിയാക്കൽ ഉണ്ടായി. ഹനുമാൻ സ്വാമിക്ക് ഇരിപ്പിടം പോലും കൊടുത്തില്ല. ദൂതനെ അങ്ങേയറ്റം ആദരിക്കണമെന്നതാണ് രാജധർമ്മം.
ശത്രുവിൻ്റെ ദൂതനാണെങ്കിലും ആദരിക്കണം. പക്ഷെ ആ ഒരു മര്യാദ ഹനുമാൻ സ്വാമിക്ക് കിട്ടിയില്ല. അപ്പോൾ ഹനുമാൻ സ്വാമി സ്വതവേ എങ്ങനെയുള്ള ആളാണ്? പൂർണ്ണജ്ഞാനിയാണ്. അദ്ദേഹത്തിന് അഹംഭാവമില്ല, എപ്പോഴും ദാസൻ എന്ന ഭാവമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കേമൻ എന്നൊരു ഭാവം ഒരിക്കലും വന്നിട്ടില്ല. കഥ അവിടെ നിൽക്കട്ടെ. കഥയുടെ മറ്റൊരു ഭാഗം പറയാം. നമ്മളിൽ പലരും ശനിദോഷം, രാഹുദോഷം, കേതുവിൻ്റെ ദോഷം തുടങ്ങിയ വിഷമങ്ങളിൽ പെട്ടുഴലുന്നവരും, മഹാഭാരതത്തിൽ പറഞ്ഞതിന് പ്രകാരം വ്യാസാചാര്യർ പറയുന്നുണ്ട്, ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിനെ മാംസകഷ്ണത്തെ വേട്ടനായ്ക്കൾ എന്ന പോലെ നവഗ്രഹങ്ങളും പിന്തുടരുന്നുവെന്ന്. അതിന് ഏറെക്കുറെ വലിയ സത്യവുമുണ്ട്. പഠിച്ചവർക്ക് അത് പറയാൻ സാധിക്കൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലരും ഇപ്പോൾ ഈ ജ്യോതിഷ ചാനലുകൾ കാണുകയും ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നവരാണ്. ശനിദോഷം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവർ അനേകമുണ്ട്. ഏഴര ശനി, കണ്ടക ശനി, അങ്ങനെ ഇങ്ങനെ. ഇതേപ്പറ്റിയൊന്നും എനിക്ക് ജ്യോതിഷം അറിയില്ല, എനിക്ക് വലിയ പഠിപ്പ് അതിലില്ല. പക്ഷേ ഞാൻ അതിനൊരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. അത് രാമായണം വായിച്ചാൽ കിട്ടുന്ന ഉപായമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിഹാസവും പുരാണവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാൻ വേണ്ടി, നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയുള്ള ഉപായങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് കഥയായിട്ട് വായിക്കാതെ കഥയിലെ മർമ്മം അറിയണം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ടിട്ടാണ് പലതും നമ്മൾ പഠിക്കുന്നത്. ഭക്തിയാവട്ടെ, ത്യാഗമാവട്ടെ, ഡിസിപ്ലിൻ ആവട്ടെ, പരാക്രമമാവട്ടെ, ജ്ഞാനമാവട്ടെ, എല്ലാം. അപ്പോൾ ഹനുമാൻ സ്വാമിയിൽ നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ പാഠമായി ഞാൻ കരുതുന്നത്, സ്വന്തം ശരീരത്തെപ്പറ്റി അഭിമാനത്തോടുകൂടിയല്ല സ്വാമി ഇരിക്കുന്നത്. സ്വാമിയുടെ അഴകേറിയ, ഏറ്റവും സൗഷ്ഠവമുള്ള, ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും സ്വാമിക്ക് അതിൽ അഭിമാനമില്ല. അവിടെയാണ് വ്യത്യാസം. നമ്മളെയൊക്കെ ആളുകൾ ജിമ്മിൽ പോകുന്ന ഒരു ദിവസം 300 പ്രാവശ്യം കണ്ണാടി നോക്കിയിട്ട് മസിലൊക്കെ പെരുപ്പിക്കും. സ്വാമിക്ക് തൻ്റെ ശരീരം ഇത്ര സർവാകർഷണീയമായ ശരീരമാണെന്നുള്ളത് അറിയില്ല. അത് അദ്ദേഹം ചിന്തിക്കുന്ന പോലുമില്ല. അദ്ദേഹം രാമകാര്യത്തിനായിക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം ഞാൻ ഹനുമാനിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, ഹനുമാൻ സ്വാമി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ഒരു പരാജയം എന്ന് പറയുന്നതുണ്ടായത്. പക്ഷെ ആ പരാജയം അദ്ദേഹത്തിന് വിജയമായി മാറി. അതും എങ്ങനെയാണെന്ന് പറയാം. ഈ കഥ രണ്ടും കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ തത്വം എന്താണ്. ശനി ഹനുമാനെ പിടിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഹനുമാൻ എന്തില്ല? താൻ ശരീരമാണെന്ന ബോധമില്ല, അതിൽ അഭിമാനവുമില്ല. ശരീരത്തിൽ അഭിമാനമുള്ളവരെയാണ് ശനി ഏറ്റവും കൂടുതൽ ബാധിക്കുക. ശരീരത്തിൽ, സ്വന്തം കഴിവുകളിൽ, സ്വന്തം മികവുകളിലൊക്കെ അഭിമാനം വല്ലാതെ ഉള്ളവരെയാണ്, അല്ലെങ്കിൽ അഹങ്കാരം ഒരളവ് വരെ ഉള്ളവരെയാണ് ശനി വല്ലാതെ ദ്രോഹിക്കുക. കാരണം ശനീശ്വരൻ എന്നാണ് പേര്. ഈശ്വര സ്ഥാനമാണ്, ഈശ്വരൻ്റെ സ്ഥാനമാണ്. നമ്മുടെ അഹന്ത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പല ആളുകൾക്കും അവരുടെ ജാതകപ്രകാരം അവരുടെ ഗുരുവിനെ കിട്ടുന്നത്, സദ്ഗുരുവിനെ ലഭിക്കുന്നത് അവരുടെ ശനിദോഷത്തിൻ്റെ സമയത്തായിരിക്കും. കാരണം ശനി നമുക്ക് ഗുരുവിനെ തരും, ശനി തന്നെ ഗുരുവായി ഭവിക്കും. അങ്ങനെയാണ്. നമ്മൾ പലരും ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന, ഗുരുപാദം സ്മരിക്കുന്നവരാണ്. ഗുരുപാദം സത്യത്തിൽ ശനി തന്നെയാണ്. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മഹാത്മാവിൻ്റെ പാദം തൊടുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അല്ലെങ്കിൽ മഹാപുരുഷൻ്റെ പാദം തൊടുന്നു, നമ്മുടെ പാപം അങ്ങോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാദ നമസ്കാരം പോലും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ പാദം ശരിക്കും പറഞ്ഞാൽ ശനീശ്വരനെ പോലെ ഗുണവും ദോഷവും ചെയ്യും. അനാദരിച്ചാൽ ദോഷം, ആദരിച്ചാൽ ഗുണം. അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിലും ശനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പാദങ്ങളാണ്. അപ്പോൾ ശനിദോഷത്തിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും പാദങ്ങൾ വളരെ വൃത്തിയായി നിർമ്മലമായി വെക്കണം. എല്ലാ ദിവസവും പാദം നന്നായി പ്രക്ഷാളനം ചെയ്യണം, നന്നായി കഴുകണം, വൃത്തിയാക്കി വെക്കണം. പാദത്തിൽ അഴുക്ക് പാടില്ല. ശനിയുടെ സ്ഥാനമാണെന്ന് പറയും. ഇതുപോലെ സ്വന്തം ശരീരത്തിൽ അഭിമാനവും, സ്വന്തം ശരീരത്തെക്കുറിച്ചും സ്വന്തം ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ വല്ലാതെ അഭിമാനമോ അഹങ്കാരമോ വന്നാൽ ശനി പിടിക്കും. ശനി പിടിക്കുകയും ശനി അപമാനം വരുത്തുകയും ചെയ്യും. നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അറിയാം, അപമാനം വരുത്തുകയും ചെയ്യും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല, എന്നെ അത് കരയിപ്പിച്ചിട്ടില്ല. എന്തെല്ലാം തെറി വിളിച്ചാലും എന്നെ അത് കരയിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഈ തത്വം പഠിച്ചതുകൊണ്ടാണ്. നിങ്ങളും ഈ തത്വം പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കഥ പറയുന്നു. ഹനുമാൻ സ്വാമിക്ക് ശരീരബോധമില്ല, ശരീരത്തിൽ അഭിമാനമില്ല, തൻ്റെ കഴിവുകളിൽ അഭിമാനമില്ല, അഹങ്കാരവുമില്ല. ആത്മവിശ്വാസമുണ്ട്, രാമനിലുള്ള വിശ്വാസമാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരിക്കൽ മാത്രം അമ്പട ഞാനേ എന്നൊരു തോന്നൽ വന്നു. അതെപ്പോഴാന്ന് വെച്ചാൽ, രാവണൻ അതിന് തന്നെ കണക്കാക്കിയിട്ട് പ്രകോപിപ്പിച്ചു. നമ്മുടെ ശത്രുക്കൾ നമ്മളെ പ്രകോപിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മളെ ശനി പിടിപ്പിക്കാനാണ്.
നമ്മളെ ശനി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ശത്രുക്കൾ നമ്മളെ പ്രകോപിപ്പിക്കുന്നത്. 2 വഴികളുണ്ട്. അതിപ്പോഴും ഞാൻ രണ്ടാമത്തെ വഴിയാണ് എടുക്കാറ്. ഒന്നാമത്തെ വഴി ഹനുമാൻ്റെയാണ്. രണ്ടാമത്തെ വഴി ഞാനിപ്പോൾ പറയില്ല, അത് രഹസ്യമായിരിക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ വഴി ഹനുമാൻ്റെയാണ്. അത് പൊതുജനങ്ങൾക്കെല്ലാം സ്വീകരിക്കാവുന്ന വഴിയാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്ര മോദിജി, അദ്ദേഹത്തിൻ്റെ ശനിയുടെ കാലത്താണ് പ്രധാനമന്ത്രിയായത്. ശനി ഉയർത്തുകയും ചെയ്യും. അദ്ദേഹത്തിനെതിരെ ആണ് ലോകത്തെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലയളവിൽ ഏറ്റവും അധികം ആളുകൾ, മീഡിയയും പൊതുജനങ്ങൾ പലരും അദ്ദേഹത്തെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെയും വാക്കുകളിലൂടെയും ഇൻ്റർവ്യൂകളിലൂടെയും പത്രത്തിൽ എഴുതിയിട്ടും ടി വിയിൽ പറഞ്ഞു അദ്ദേഹത്തെ വളരെ നരാധമനായിട്ട് വരെ ചിത്രീകരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ഹനുമാൻ്റെ ടെക്നിക്കാണ് എടുത്തത്. അദ്ദേഹം എന്ത് ചെയ്തു? ഇതൊന്നും എന്നെപ്പറ്റിയല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാനിതിലൊന്നും ഒരു പ്രശ്നവും എടുക്കുന്നില്ല, എനിക്കൊരു വിഷമവും ഇല്ല, എനിക്കതിൽ അഭിമാനമോ ദുരഭിമാനമോ ഇല്ല എന്നങ്ങ് വിചാരിച്ചിരുന്നു. അതിൻ്റെ ഫലമെന്തായി? അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ നേതാവായി മാറി. ലോകത്തിൻ്റെ, കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ഒന്നുമല്ല, ലോകത്തിൻ്റെ മുഴുവൻ. അതിൻ്റെ കാരണം എന്താ? ഹനുമാനിൽ നിന്ന് പഠിച്ച പാഠമായിരിക്കണം. അത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഹനുമാനിൽ നിന്ന് അദ്ദേഹം ഇത് തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാനും ആ പാഠമാണ് പിന്തുടരുന്നത്, ഹനുമാനിൽ നിന്നുള്ള പാഠം. ശനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശത്രുക്കളെ കൊണ്ട് നമ്മുടെ ഏറ്റവും വേദനയുള്ള ഭാഗത്തൊന്ന് കുത്തും. അപ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരബോധമുള്ളത് കൊണ്ടാണ്. ഗുരുവും ഇങ്ങനെയാണ്. ഗുരു നമ്മുടെ അഹന്ത എവിടെയാണോ ഏറ്റവും വേദനിക്കുക അവിടെ ഒരു കുത്തും. അപ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ച് പോകും. അപ്പോൾ നമ്മുടെ ശനി പിടിക്കും ആണ് അതിൻ്റെ കാര്യം. നമുക്ക് അപമാനവും വരും, പിന്നെ തുടർച്ചയായിട്ട് മാല പോലെ വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ളൊരു വഴി ഞാൻ മനസ്സിലാക്കിയത്, ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? രാവണൻ സീറ്റ് കൊടുത്തില്ല. ഇത് ശരി, ഞാൻ രാമൻ്റെ ദൂതനാണ്, നീ എനിക്ക് സീറ്റ് തരുന്നില്ല എന്ന ഭാവം അതുവരെ ഇല്ലാത്ത ഭാവമാണ്. അതുവരെ അദ്ദേഹത്തിന് ശനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല. ശനി അദ്ദേഹത്തിന് തൊട്ടിട്ടില്ല. ശനി പരാജയപ്പെടുകയുണ്ടായത്. ഇപ്പോൾ ശനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കടക്കണമല്ലോ. അതിനെന്ത് വേണം? ഒരുവനിൽ ശരീരാഭിമാനം ഉൽപ്പാദിപ്പിക്കണം. അവനിൽ അഭിമാനവും അഹന്തയും ഉൽപ്പാദിപ്പിച്ചാൽ ശനിക്ക് എളുപ്പം കയറാം. ബീയിങ് അറഗൻറ്റ്, ബീയിങ് ഹോട്ടി ഈസ് ഓപ്പണിങ് ദ ഡോർസ് ടു ശനി. അതാണ്. അപ്പോൾ ഹനുമാന് തോന്നി, എന്നെ ഇങ്ങനെ അപമാനിക്കുക, എന്നാൽ ശരി, നിന്നേക്കാൾ ഉയരത്തിൽ ഞാനിരിക്കും എന്ന് പറഞ്ഞിട്ട് വാലങ്ങോട്ട് വലുതാക്കിയിട്ട് അതിനു മേലെ രാവണനേക്കാൾ മേലെ കയറിയിരുന്നു. അപ്പോൾ ശനിക്ക് പിടിക്കാൻ പറ്റി. കാരണം എന്താണ്? ശരീരാഭിമാനം വന്നു, ഞാൻ ആരാന്നറിയോ എന്നുള്ള ബോധം വന്നു. ഹനുമാന് പോലും ഒരൊറ്റ നേരം, ജീവിതത്തിൽ ഒറ്റ നേരം, ആ ഒരൊറ്റ നേരം നോക്കിയിട്ട് ശനി അറ്റാക്ക് ചെയ്തു. ശനി ഏതവയവത്തിലാണോ അഭിമാനം ഹനുമാൻ ഉണ്ടായത് ആ അവയവത്തെ പിടിച്ചു, വാലിന് പിടിച്ചു. എങ്ങനെ പിടിച്ചു? രാവണൻ അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട് പറഞ്ഞിട്ട് പൊതുവെ ആരാലും പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത ഹനുമാനെ പിടിച്ചു കെട്ടിയിട്ട് വാലിൽ തുണി ചുറ്റി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തപ്പോൾ ഹനുമാൻ ജ്ഞാനിയായതുകൊണ്ടും രുദ്രാവതാരമായതുകൊണ്ടും ഹനുമാൻ അതും നന്നായി ഉപയോഗിച്ചു. എന്താ ചെയ്തത്? ലങ്കയെ ഒന്നായിട്ട് അങ്ങോട്ട് ചുട്ടരിച്ചു. പക്ഷെ അതിലൊരു അപായം ഉണ്ടായി. എന്താണെന്നറിയോ? ഈ ശനി പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിവേകം ഒന്ന് കുറയും. എത്ര ബലവാനാണെങ്കിലും എത്ര ജ്ഞാനിയാണെങ്കിലും നമ്മുടെ വിവേകം ഒന്ന് ഒരല്പം കുറയും. അങ്ങനെ ശനി പിടിച്ച സമയത്ത് ഹനുമാൻ്റെ വിവേകം അല്പം കുറഞ്ഞുവെന്നും ഹനുമാൻ ബോധമില്ലാതെ, അതായത് പരാക്രമശാലിയായിട്ട് തൻ്റെ വാലിന് തീ പിടിപ്പിച്ചുല്ലോ എന്ന ഒരു പരാക്രമ ബോധം വന്നിട്ട് ലങ്ക മുഴുവൻ അപരാധികളും നിരപരാധികളും അടക്കം ചുട്ടരിക്കപ്പെട്ടു. മാത്രവുമല്ല, താൻ ആരെ രക്ഷിക്കാനാണോ ലങ്കയിലേക്ക് വന്നത് ആ സീതാദേവി അടക്കം അവിടെ ഇരിക്കുന്നത് ഹനുമാൻ മറന്നുപോയി. അത് ശനി പിടിച്ചാലുള്ള കുഴപ്പമാണ്, വിവേകത്തെ അത് നശിപ്പിക്കും. നാം അറിയാതെ എല്ലാത്തിനോടും പ്രതികരിച്ചു പോകും. ശക്തമായി പ്രതികരിച്ചിട്ട് ഇരട്ടി പ്രതികരണം തിരിച്ചു കെട്ടും. അപ്പോൾ അത് ആ കാര്യത്തിൽ നരേന്ദ്രമോദി വിജയിച്ചു. അങ്ങോട്ടും ആരോടും പ്രതികരിക്കാൻ പോലെ എന്തൊക്കെ തെറി വിളിച്ചാൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഗ്ലോബൽ ലീഡറായിട്ട് വന്നു. ഞാൻ പറയാൻ കാരണം, ശനി അനുഗ്രഹിക്കുന്ന എപ്പോഴാണ്? നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ്. പ്രതികരിച്ച് തുടങ്ങിയാൽ, ശരീരബോധം വന്നു കഴിഞ്ഞാൽ ശനി അടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തറ പറ്റുന്നത് വരെ അടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഗുരുത്വാകർഷണ നിയമത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞാൽ ഗുരുത്വാകർഷണ നിയമമില്ലാതാവുന്നില്ല. ഇപ്പോൾ ജാതകത്തിലോ ജ്യോതിഷത്തിലോ ശനി എന്ന ഗ്രഹം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിലോ എനിക്ക് വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞാലും അയാൾക്കും ഈ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഗുരുത്വാകർഷണ നിയമം പോലെ ഇറ്റ്സ് എ ലോ. ആ നിയമത്തെ വിശ്വസിച്ചോ ഇല്ലയോ അത് തള്ളിക്കളയോ, അതിനെ കളിയാക്കുക, എന്ത് വേണം ചെയ്യാം. അപ്പോൾ പിന്നെ ശനി ഭൂമിയിലെ ആളുകളെ പിടിക്കുകയല്ലേ, ജനിക്കതല്ലേ പണി എന്നൊക്കെ ചോദിച്ചാലും ആ ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ കൃത്യമായിട്ട് അനുഭവിക്കേണ്ടി വരും.
അപ്പം അങ്ങനെ ശനി പിടിച്ച സമയത്ത് ഹനുമാനാകെ കുഴഞ്ഞു. ശരിക്കും അത്രയും വലിയ ജ്ഞാനി പോലും ഒരല്പം വലഞ്ഞുപോയി. താൻ ആരെ രക്ഷിക്കാനാണോ വന്നത് ആ സീതാദേവി അടക്കമിരിക്കുന്ന ലങ്ക ചുട്ടരിച്ചുകൊണ്ട് പറക്കുമ്പോഴാണ് ഹനുമാന് പേടി. അയ്യോ, എൻ്റെ ദേവി സീതാദേവി ഇതിനകത്തുണ്ടല്ലോ, ഞാൻ എന്താ അബദ്ധമായി കാണിച്ചെന്ന് ബോധമുണ്ടായി. എന്നിട്ട് അദ്ദേഹം തിരഞ്ഞു വരികയാണ്. തിരഞ്ഞു വരുമ്പോൾ കാണുന്ന കാഴ്ച, സീതാദേവി വിളക്കു തെളിച്ച് പ്രാർത്ഥനാനിരതയായിട്ടിരിക്കുകയാണ്. പക്ഷെ ഹനുമാനൊരു സംഗതി ഉണ്ടായി. ഹനുമാന് വാലിൽ തീ പിടിച്ചുവെങ്കിലും ഹനുമാന് പൊള്ളിയില്ലെന്നാണ്. അതിന് കാരണം ഹനുമാൻ സീതാദേവിയുടെ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷനിലായിരുന്നു എന്നാണ്. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയോട് പറയില്ലേ, അമ്മേ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറയും. പക്ഷെ അമ്മ നമ്മളെ കൈ ഉയർത്തി അനുഗ്രഹിക്കൊന്നുമില്ല. ആ ശരി പോയിട്ട് വാ എന്ന് പറയുള്ളൂ. ആ വാക്ക് പ്രൊട്ടക്ഷനാണ്, അനുഗ്രഹമാണ്. സീതാദേവി ഹനുമാനെ പിടിച്ചു കെട്ടി എന്ന വാർത്ത കേട്ട ഉടനെ, വാലിന് തീ കൊടുത്തു എന്ന വാർത്ത കേട്ട ഉടനെ തന്നെ രക്ഷിക്കാൻ തൻ്റെ പതിയുടെ ദൂതനായി വന്ന ഹനുമാൻ ഒരു അപകടവും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പതിവ്രതയായ സീതാദേവി അഗ്നി തെളിച്ചിട്ട് അഗ്നിദേവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഹേ അഗ്നിദേവ, ഞാൻ പതിവ്രതയാണെങ്കിൽ പാതിവ്രത്യമുള്ളവളാണെങ്കിൽ എൻ്റെ ഹനുമാന് പൊള്ളലേൽക്കരുത്. ഹനുമാൻ ചിന്തിക്കുകയാണ്, വാല് മുഴുവൻ കത്തിയിട്ടും കുളിർമയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട് എനിക്ക് ചൂടനുഭവപ്പെടുന്നത്? ഹനുമാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. സീതാദേവിയുടെ പാതിവ്രത്യമാണ് ഹനുമാനെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചത്. ഈ പറഞ്ഞതിനർത്ഥം ഇതാണ്, ഈ ശനിദോഷത്തെയൊക്കെ നേരിടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പൂജയും ഒന്നും ചെയ്യണ്ട. ശരിക്ക് ബുദ്ധിയുള്ളവനാണെങ്കിൽ നാമജപം മുടക്കാതിരിക്കുക. അതേ സമയത്ത് ശരീരബോധത്തെ കുറയ്ക്കുക. നിങ്ങളെന്നും ഡൺലപ്പിൻ്റെ അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ മെത്തയിൽ കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങളതൊന്ന് താഴെ ഒരു പായ വിരിച്ച് കിടക്കുക. പിന്നെ എന്നും ടിപ്പ് ടോപ്പായിട്ട് ഇസ്തിരിയൊക്കെ ഇട്ട് നടക്കുന്ന ആളാണെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക. 4 പേര് നിങ്ങളെ അപമാനിക്കട്ടെ, അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെ നടന്നോളൂ. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ തീരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇസ്തിരിയൊന്നും ഇടാറില്ല. കാരണം ഇപ്പോൾ ശനിയുടെ കാലമാണ്. അപ്പോൾ ഞാനും വളരെ പരിമിതമായ ജീവിത സുഖങ്ങളെ എടുക്കുന്നുള്ളൂ. അതിന് കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം രാമായണത്തിൽ തന്നെയുണ്ട്. എന്താണ്? ശരീരാഭിമാനമില്ലാതിരിക്കുക, നിങ്ങളിൽ വല്ലാതെ അഭിമാനം ജനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിൽക്കാതിരിക്കുക, ശത്രുക്കൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ശനിക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള വഴിയാക്കി മാറ്റാതിരിക്കുക, അതിനോട് തിരിച്ചു പ്രതികരിക്കാതിരിക്കുക എന്നത് ഹനുമാൻ്റെ മാർഗമാണ്. മറ്റൊരു മാർഗമുണ്ട്, അത് ഇവിടെ സാമാന്യ ജനങ്ങൾക്കുള്ള സമ്പ്രദായമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഹനുമാന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു അബദ്ധമാണിത്. അതായത് തനിക്ക് താൻപോരിമയുണ്ടായപ്പോൾ ശനി വന്ന് പിടിച്ചു. താൻപോരിമയില്ലാത്തവരെ ശനിക്ക് തൊടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശിവനെ ശനി പിടിക്കില്ല എന്ന് പറയാൻ കാരണം. ശിവൻ ഒരിക്കലും ശരീരബോധമില്ല, സദാ ആത്മബോധത്തിലാണ്. സദാ ആത്മബോധത്തിലുള്ള ദേവനെ ശനിക്ക് തൊടാൻ സാധിക്കില്ല. നമ്മളും അതുപോലെ ശിവസ്വരൂപികളായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 2 ശ്ലോകങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. നമ്മുടെ ഈ സത്സംഗത്തിൻ്റെ പേര് തന്നെ ശ്രീകൃഷ്ണ രസായനം എന്നാണ്. നമ്മുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുകയും നമ്മുടെ മാനസിക സ്വാസ്ഥ്യത്തെ നിലനിർത്തുകയും ചെയ്യുന്ന, നമ്മുടെ ശാന്തിക്ക് ഉതകുന്ന രസായനമാണ് ശ്രീകൃഷ്ണ നാമമെന്ന് ഇതുവരെയുള്ള അനേക ശ്ലോകങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നെന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. തത്വം ബ്രുവാണാനി പരമ്പരസ്താത് മധുക്ഷരന്തീവ സതാംഫലാനി പ്രാവർത്തയ പ്രാഞ്ജലിരശ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. ഏറ്റവും ഉത്കൃഷ്ടമായ തത്വത്തെ ഞാൻ പറയാം. ബ്രുവാണാനി എന്താണ് ഞാൻ പറയാം? മധുക്ഷരന്തീവ, തേനൊഴുകുന്നത് പോലെയുള്ള നാരായണൻ്റെ നാമങ്ങളെ, മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളെ നീ മടികൂടാതെ ജിഹ്വേ, നാവേ, വീണ്ടും വീണ്ടും ജപിച്ചാലും എന്ന് ഞാൻ എങ്ങനെയാണ് പറയണേ? പ്രാഞ്ജലിരശ്മി, കൈ തൊഴുതു പിടിച്ചുകൊണ്ട് നിങ്ങളോട് യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ശ്രീകൃഷ്ണനാമം ജപിക്കൂ മനസ്സേ എന്ന് പറയുകയാണ്. ഏറ്റവും വലിയ തത്വം നാമജപമാണെന്നാണ് കുലശേഖര പെരുമാൾ പറയുന്നത്. അടുത്ത മന്ത്രം 31-ാമത്തെ ശ്ലോകം ആണ് ഈ സത്സംഗത്തിൻ്റെ പേര് തന്നെ.
പക്ഷേ രസകരമായ സംഗതി, ഈ സത്സംഗത്തിന് പേരിടുന്ന സമയത്ത് ഈ ഒരു ശ്ലോകത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരുപോലെ വന്നു ചേരുകയും ചെയ്തു. അതാണ് ഈശ്വര കൃപ എന്ന് പറയുന്നത്. കേട്ടോളൂ. ഇതം ശരീരം പരിണാമപേശലം. ഈ ശരീരം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരകൻ പറഞ്ഞ കാര്യം എന്താണ്? ശരീര ഇന്ദ്രിയ സത്വാത്മ സംയോഗമാണ് ആത്മാവ്, ജീവൻ എന്ന് പറയുന്നത്. ശരീരം, ഇന്ദ്രിയം, സത്വം, ആത്മം, ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർന്നാണ്. ശരീരേന്ദ്രിയ സത്വാത്മ സംയോഗോ ധാരി ജീവിതം. പിന്നെയോ നിത്യഗശ്ച അനുബന്ധശ്ച. നിത്യകം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവ് വരുന്ന, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം എന്നാണ്. ആയുർനശ്യതി പശ്യതാം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറയുന്നതാണ് ആയുസ് എന്ന് ശങ്കരാചാര്യരും പറയുന്നു ശിവാപരാധക്ഷമാവണ സ്തോത്രത്തിൽ. യൗവനം കുറഞ്ഞുകൊണ്ടിരിക്കും, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ലക്ഷ്മി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നിത്യകമെന്ന പര്യായം അവിടെ വരാൻ കാരണം ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ അനുബന്ധവുമാണ്. അഥവാ കുറഞ്ഞാലും അതിനെ രസായനങ്ങളിലൂടെ, മരുന്നിലൂടെ, പിന്നെ തൈലധാരയിലൂടെ അല്ലെങ്കിൽ മറ്റു ചികിത്സയിലൂടെ കുറഞ്ഞ ജീവനെ കൂട്ടാനും സാധിക്കും, ആയുസ്സിൻ്റെ അറ്റം വരെ, മരണം വരെ. അപ്പോൾ അങ്ങനെ അനുബന്ധവും സാധ്യമാണ്. അപ്പോൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്, ചൈതന്യത്തിൻ്റെ അനുവൃത്തിക്ക് കുറവ് വരുന്നുണ്ട്, ഇടിവ് വരുന്നുണ്ടെങ്കിലും ഇതിന് തുടർച്ച സാധ്യവുമാണ്. പക്ഷേ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള സത്യമാണ്. ഇത് മരണത്തിലേക്കാണ് പോകുന്നത്. ഇതിന് ശാശ്വതാവസ്ഥയില്ല, ഉറപ്പാണ്. ഇതം ശരീരം പരിണാമപേശലം. വാർദ്ധക്യത്തിൽ ദുർബലമായി തീരുന്ന ശരീരമാണിത്. പതത്യവശ്യം, ഇത് തീർച്ചയായിട്ടും വീണുപോകും. ഈ ശരീരം നശിച്ചു പോകും, കത്തിക്കപ്പെടും, അല്ലെങ്കിൽ കുഴിച്ചിടപ്പെടും. കുഴിച്ചിടുന്നതിന് ഞാൻ എതിരാണ്. കുഴിച്ചിടുന്ന ഭൂമിയെ മലിനമാക്കും. എല്ലാ മതങ്ങളും ഹിന്ദുധർമ്മത്തിൻ്റെ രീതി സ്വീകരിച്ച് കത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു വഴിയേ ഉള്ളൂ അണുവീകരണം തടയാനും. ഇതിങ്ങനെ ഒലിച്ചിറങ്ങി കിണറുകളിലേക്ക് ഇറങ്ങി രോഗമുണ്ടാവാതിരിക്കാനും ഒക്കെ ഒറ്റ വഴി കത്തിക്കൽ മാത്രമാണ്. ശരി, ഏതായാലും ഇത് കത്തിക്കേണ്ട ശരീരമാണ്. ഹേ ദുർമതേ, ഹേ മൂഢബുദ്ധേ, ഇതൊന്നും ചിന്തിക്കാതെ താൻ പോലെയും അഹങ്കാരമായി നടക്കുന്ന മനുഷ്യ, കിം എന്തിനാണ് ഔഷധൈ ക്ലിശ്യസി, അതായത് കിം ഔഷധൈ ക്ലിശ്യസി മൂഢ ദുർമതേ, നീ എന്തിനാണ് വിഡ്ഢിയായ മനുഷ്യ എപ്പോഴും മരുന്ന് കഴിച്ചിട്ടും അത് കഴിച്ചിട്ടും ഇത് ഡോക്ടറെ കണ്ടിട്ട്, ചിലർ വെറുതെ ഡോക്ടറെ കാണുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഈ നിപ്പ രോഗം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 90% രോഗികളും ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ 90% പേർക്കും ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പാണ്. ഗുരുതരമായ രോഗങ്ങളായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വിടില്ലല്ലോ. ചുമ്മാ ഹോസ്പിറ്റലിൽ പോവുക, വെറുതെ ഡോക്ടറെ കാണുക, വെറുതെ മരുന്ന് കഴിക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഒരു തലവേദന വന്നാൽ ഉടനെ ഡോക്ടറെ കാണണം, 2 ദിവസം അഡ്മിറ്റ് ആകാൻ പറ്റിയ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയിലെ ആയിഷ പ്രസവിച്ചതുപോലെ ഡോക്ടറെ കണ്ട് പ്രസവിച്ചവളാണ്. ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പ്രസവിച്ചാൽ തന്നെ നല്ല പേരാണ് നാട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട് ആയിഷ പ്രസവിച്ച കഥ. അതുപോലെ മലയാളിക്ക് ഈ ഹോസ്പിറ്റൽ ഭ്രാന്ത് കൂടുതലാണ്. വെറുതെയെങ്കിലും പോവുക, വെറുതെയെങ്കിലും വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കുക. ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ വെറുതെ മരുന്നൊക്കെ കഴിച്ച് വൈദ്യന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജീവിക്കേണ്ട. നീ ആദ്യം കഴിക്കേണ്ടതും എന്നും കഴിക്കേണ്ടതും എപ്പോഴും കഴിക്കേണ്ടതുമായ ഔഷധം എന്താണ്? നിരാമയം. രോഗങ്ങളെ തടയുന്ന, എല്ലാ രോഗങ്ങളെയും, ആമയം എന്ന് പറഞ്ഞ രോഗമാണ്, എല്ലാ ആമയങ്ങളെയും ഇല്ലാതാക്കുന്ന, എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന, മനസ്സിൻ്റെ സ്വാസ്ഥ്യത്തെ കെടുത്തുന്ന, എല്ലാറ്റിനെയും തള്ളിക്കളയുന്ന നിരാമയം കൃഷ്ണരസായനം പിബ. ശ്രീകൃഷ്ണരസായനത്തെ നീ പാനം ചെയ്താലും, ഈ സത്സംഗത്തിൻ്റെ പേരും ശ്രീകൃഷ്ണരസായനം എന്നാണ്. മനസ്സേ, നീ ശ്രീകൃഷ്ണ നാമമാകുന്ന രസായനത്തെ കുടിച്ചാലും നിന്റെ ചൈതന്യാനുവൃത്തിക്ക് അതൊന്നു മാത്രമാണ് കാരണം. മരണം വന്നാലും നീ ഭയക്കാതിരിക്കണമെങ്കിൽ ശ്രീകൃഷ്ണനാമത്തെ ഇപ്പോൾ തന്നെ മടി കൂടാതെ ജപിക്കൂ മനസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തട്ടെ. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ.